പരമശിവന് മഹാവിഷ്ണുവിൻ്റെ മോഹിനി അവതാരത്തിൽ പിറന്ന പുത്രനായ അയ്യപ്പനും വിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമനും തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ടോ? ശബരിമലയുടെയും മകരവിളക്കിൻ്റെയും ഐതിഹ്യമായ ഈ കഥ പറയുകയാണ് അച്ഛൻ പറഞ്ഞ കഥകളുടെ 23-ാം ഭാഗം. ശ്രീരാമൻ്റെ വലിയ ഭക്തയായിരുന്നു ശബരി. ശബരി ഒരിക്കൽ മാതംഗ മഹർഷിയെ കണ്ടുമുട്ടി. ശബരി പിന്നീട് മാതംഗ മഹർഷിയുടെ ശിഷ്യയാവുകയും കാലങ്ങളോളം അദ്ദേഹത്തെ പരിചരിക്കുകയും ചെയ്തു. ശബരിയുടെ ശ്രീരാമഭക്തി മനസ്സിലാക്കിയിരുന്ന മാതംഗ മഹർഷി ശബരിയെ അനുഗ്രഹിച്ചു. കാലങ്ങൾക്ക് ശേഷം ശ്രീരാമൻ ഇതുവഴി യാത്ര ചെയ്യുമെന്നും അന്ന് ശബരിക്ക് ശ്രീരാമ ദർശനം ലഭിക്കുമെന്നായിരുന്നു ആ അനുഗ്രഹം. സന്തോഷം കൊണ്ട് മതി പറന്ന ശബരി അന്നു മുതൽ ഓരോ ദിവസവും ഫലമൂലാദികൾ ശേഖരിച്ചു വെക്കുകയും ശ്രീരാമൻ്റെ വരവിനായി കാത്തിരിക്കുകയും ചെയ്തു. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം രാവണൻ്റെ സീതാപഹരണത്തിന് ശേഷം സീതയെ തിരഞ്ഞ് രാമൻ അതുവഴി എത്തുകയും ശബരിയുടെ ആശ്രമത്തിലെത്തുകയും ചെയ്തു. ശബരി രാമനെ താൻ അന്ന് സ്വീകരിച്ച ഫലമൂലാദികൾ നൽകി സ്വീകരിച്ചു. ശബരിയുടെ ഭക്തിയിൽ സംപ്രീതനായ രാമൻ ശബരിയെ അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ യാത്ര പുനരാരംഭിക്കുന്ന വേളയിൽ ശ്രീരാമൻ ആശ്രമത്തിനടുത്തായി തേജസ്വിയാർന്ന ഒരാൾ ധ്യാനിച്ചിരിക്കുന്നത് കണ്ടു. ശ്രീരാമൻ ശബരിയോട് അതാരാണെന്ന് ചോദിക്കുകയും അത് ശാസ്താവാണെന്ന് ശബരി മറുപടി പറയുകയും ചെയ്തു. ധ്യാനത്തിൽ നടന്ന് ശ്രീരാമനെ കണ്ട ശാസ്താവ് ശ്രീരാമനെ വണങ്ങി. ശ്രീരാമനും ശാസ്താവും കണ്ടുമുട്ടിയ ഈ ദിനമാണ് മകരവിളക്കായി ആചരിക്കപ്പെടുന്നത്. ശബരിയുടെ വാസസ്ഥാനം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ശബരിമല എന്നും അറിയപ്പെട്ടു. മകരവിളക്ക് മകരമാസം 1-ാം തീയതി ശബരിമല ക്ഷേത്രത്തിൽ ഉത്സവവും വിശേഷാൽ പൂജയും നടക്കുന്നു. അന്ന് ദീപാരാധനയോടൊപ്പം പൊന്നമ്പലമേട് എന്ന മലയുടെ മുകളിലെ വനക്ഷേത്രത്തിലും ദീപാരാധന നടക്കുന്നു. അതിനെ മകരജ്യോതി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. 3 പ്രാവശ്യം മകരജ്യോതി തെളിയിക്കുന്നു. മകരവിളക്ക് പ്രതീകാത്മകമായ ദീപാരാധനയായതിനാൽ അത് വളരെ ദൈവികമായി കരുതപ്പെടുന്നു. ക്ഷമയോടെ കേട്ടിരുന്നതിന് നന്ദി. അച്ഛൻ പറഞ്ഞ കഥകളുടെ 24-ാം ഭാഗത്തിൽ കാണാം. താങ്ക് യു.